ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു സംഭവം നടന്നിട്ട് 1 വീക്ക് എങ്ങാനായിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഡിറ്റ് ചെയ്തിരുന്നത്, ബിക്കോസ് കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം നിങ്ങൾ തമ്മിലാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണത്തിൻ്റെ വ്ളോഗാണ്. കല്യാണ വീട്ടിലേക്ക് കയറുമ്പോഴത്തേന് നമ്മൾ കണ്ടത് ഈ 2 മുതലുകളെയാണ്. ഇത് 2 വൈശാട്ടിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഒന്ന് കാന്തൻ, ഒന്ന് ഭക്തേട്ടൻ. ഓക്കെ, അനിയത്തിപ്രാവിൽ കുഞ്ചാക്ക ബോബൻ വരുന്ന പോലെ നമ്മൾ അപ്പു ഇതാ എങ്ങോട്ടോ എന്നില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഇത് വൈശാട്ടിൻ്റെ മാമൻ്റെ മോനാണേ. അപ്പോൾ നമ്മൾ പോകുമ്പോഴാണ് ഇതാ രജുല ചേച്ചി മക്കളൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. അച്ഛൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കുന്ന വീഡിയോ അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പകർത്തി. ഗൈസ്, കുഞ്ഞിയുടെ സാരി, മേക്കപ്പ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇവളുടെ പിക്സൊക്കെ പോസ്റ്റ് ചെയ്തപ്പം ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് മേക്കപ്പ് ചെയ്തതെന്നൊക്കെ. അപ്പം അത് ഞാനിവിടെ സൈഡിലൊരു സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ, പേജിൻ്റെത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി എൻക്വയറി ചെയ്തോളൂ. അന്ന് അമ്മയും വല്യമ്മമാരും എല്ലാവരും സെറ്റ് സാരി ആയിരുന്നു ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും ഭംഗിയാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം രാവിലെ മക്കളെയൊക്കെ ഒരുക്കി ഞാനും ഒരുങ്ങി വരണ്ടേ ഗൈസ്. ഓക്കെ, അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ബാക്കി എന്തൊക്കെ അതിന് മുന്നേ എന്തൊക്കെ പരിപാടി കഴിഞ്ഞതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുഞ്ഞിൻ്റെ സാരി ഡ്രൈപ്പിംഗ് ആണെങ്കിലും സാരി സെലക്ട് ചെയ്തതും എല്ലാം എനിക്കത് പറയാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വട്ടം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന്. എല്ലാ ദിവസവും കേട്ടോ, റിസപ്ഷൻ്റെതും കല്യാണത്തിൻ്റെതും ഇനി അവിടെ നിന്നുള്ള റിസപ്ഷൻ്റെതാണെങ്കിലൊക്കെയും അടിപൊളിയായിരുന്നു. കുഞ്ഞിൻ്റെ എല്ലാ മേക്കപ്പും ഡ്രസ്സും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് ഈ പരിപാടികൾ തുറക്കുന്നു, പുറത്തെല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ഞാൻ നമ്മുടെ താരങ്ങളെ കണ്ടത്. മിന്തേച്ചിയും പൊടിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അമ്മേൻ്റെ നാട് എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് അവരെല്ലാവരും കണ്ടു. താലപ്പിലെടുക്കാൻ നിൽക്കുന്ന പോലെ മുമ്പ് തന്നെ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ചെക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ ഷീലേച്ചി പെണ്ണിൻ്റെ മമ്മി. കണ്ടു, ഒരു വെറൈറ്റി സൈഡ് എടുത്ത് നിൽക്കണ്ടല്ലോ ഇത്. അപ്പോൾ ഞങ്ങളിതാ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ചെക്കനൊക്കെ വരുമ്പോഴത്തേ സെറ്റാവണ്ടേ. മുടിയൊക്കെ അഴിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നീടും മുടി അഴിച്ചിട്ടും. എനിക്ക് മുടീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ് കേസ്. എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും അങ്ങനെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ആൾ കൂടാൻ തുടങ്ങിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അത്രയ്ക്കും ചൂടാണ് കേട്ടോ. കല്യാണം കാണാൻ എളുപ്പമെന്ന് പറഞ്ഞിട്ട് ഒരുത്തി പൊക്കത്ത് കയറി മതിലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ തുമ്പം അതാ ചക്കരയായിട്ട്. കണ്ണാടി കിട്ടിയാൽ പിന്നെ പെൺപിള്ളേർക്ക് വേറൊന്നും വേണ്ടല്ലോ. ഇവരെല്ലാവരും കൂടെ കണ്ണാടിന് മുമ്പിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ അകത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ചെക്കനും കൂടെ അങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ പെണ്ണ് ഇറങ്ങാനായി. പെണ്ണിൻ്റെ തോഴിമാരായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അകത്തേക്ക് കയറിയതാണ് കേട്ടോ. തുമ്പം വേണേൽ ഫുള്ള് യോയോ ഗേളായിട്ടാണ് നടക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്തൊരു പരിപാടി ഇമ്പൊക്കെ ഇല്ല ഗൈസ്. കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണ്. അശ്വിനീൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് എവിടെ നിന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വെസ്റ്റഡോ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് കൊളാബ് വന്നതായിരുന്നു ഡ്രസ്സ്. പക്ഷേ അതിന് വയലറ്റ് ബ്ലൗസും വയലറ്റ് ഷോളും ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ ആ പാവാട ഞാൻ അതുപോലെ വെച്ച് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഓറഞ്ച് കളറുള്ളത് ഞാൻ സൂര്യ സിൽക്സിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സെയിം ഐറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജിലൊന്ന് മെസ്സേജ് ചെയ്ത് അവർ ഏത് കളറാണെങ്കിലും അവർക്ക് നിങ്ങൾ ചെയ്ത് തരും കേട്ടോ. വെസ്റ്റഡോ ഡിസൈൻസ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ കല്യാണം നടന്നോട്ടെ, എന്ത് വേണം നടന്നോട്ടെ, അല്ലുട്ടന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് സഹിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അവൻ അത് അവിടെ നിന്ന് ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്തോ അമ്മ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ കുഞ്ഞിനെ ചെറിയച്ഛൻ കൈപിടിച്ച് ഇറക്കുകയാണ് കേട്ടോ. കുഞ്ഞിക്ക് പിന്നെ അധിക ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. അവളുടെ വീടിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പിൽ തന്നെയാണ് പയ്യൻ്റെ വീടുള്ളത്. അപ്പം ഞാൻ പറയാം, ഇടയ്ക്ക് ഷീലേച്ചി അവളെ കളിയൊക്കെ പറയണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഇവിടെ മീൻ പൊരിക്കുമ്പോൾ ഞാൻ വിളിക്കും, അങ്ങോട്ട് വരികയും കിട്ടുമെന്ന്. അത്രയ്ക്ക് അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇവൾ ഇതുവരെ ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് ഇവൾ ഇറങ്ങുന്ന സമയം ഒരു കരച്ചിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഗൈസ്, ഇനി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പെണ്ണ് അധികം ഗോൾഡ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ താലി കിട്ടുന്ന വീഡിയോ ചേച്ചി ഇട്ടിട്ടില്ല. ഇതൊന്നും ഈ ഒരു കല്യാണത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കല്യാണം ഒരു വെറൈറ്റി കല്യാണമാണ് ഗൈസ്. കാരണം വെറൈറ്റി അല്ല, ഇനി അങ്ങോട്ടേക്കുള്ള കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ബിക്കോസ് ഒരു കല്യാണം ആവുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കുറച്ച് കൂടുതൽ ടെൻഷൻ ആയിരിക്കും. അയ്യോ ഗോൾഡ് സെറ്റാക്കണം, അതാക്കണം, ഇതാക്കണം. പക്ഷേ അതില്ലാതെ, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കല്യാണങ്ങൾ ഇനിയും ഇതുപോലെ ഉണ്ടാവട്ടെ അല്ലേ. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ പയ്യൻ്റെ വീട്ടുകാർ നോർമലി എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാണ്ട് കൊടുത്തോളൂ എന്നുള്ളതല്ലേ പറയുക. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇവിടുന്ന് പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞത് തീരെ ഒരു ഗോൾഡും വേണ്ട എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ താലിക്കെട്ടില്ലായിരുന്നു. പിന്നെ മാല, പരസ്പരം ഹാരമണിഞ്ഞ് കല്യാണം കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീധനം എന്നുള്ളൊരു സംഭവം തന്നെ മാറിക്കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്കിപ്പോൾ നമ്മളെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അസറ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പോൾ കല്യാണത്തിലുള്ള ഓവർ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു മാതൃകയാണ്. അപ്പോൾ എനിക്ക് അത് എന്താ പറയുക,
ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് എന്തായിരിക്കും ഭയങ്കര ഗ്രാൻഡായിട്ട് കല്യാണം വേണം, അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ടാവും കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കുക അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണോ ഇഷ്ടം, ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഷ് ബുഷ് ആയിട്ടുള്ള കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ല എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ആവട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിക്കാൻ സാധിക്കട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ നോർമലി കല്യാണത്തിന് സമയത്ത് കുറേ പൂജാരിയുടെ കുറേ ശ്ലോകങ്ങളും കാര്യങ്ങളും പിന്നെ താലികെട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതൊന്നും ഇല്ലല്ലോ, ഇത് വളരെ സിമ്പിളായിരുന്നു. പിന്നെ വൈശാട്ടിൻ്റെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ കല്യാണം കാണിച്ചു കൊടുത്തു. പാവം പെങ്ങളെ കല്യാണം അവിടെ ഇരുന്ന് കണ്ട അവസ്ഥയായി. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ അവരുടെ ഫാമിലിയാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞതാ കണ്ടോ, ഇവിടെ നിന്ന് വൈശാട്ടിന് അശ്വിനീനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മൾ ഡാൻസ് ടീം, നമ്മൾ ഫുൾ ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയതല്ലെങ്കിൽ പോലും കുറേ പേര് ധാവണിയായിരുന്നു കേട്ടോ. ഒത്തിരി പേര് ധാവണിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾ തന്നെ വണ്ടർ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ സെറ്റിന് എവിടുന്നാ ബിസ്ക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. അല്ലൂട്ടൻ അകത്തുനിന്നും തുമ്പി അവിടെ നിന്ന് ഇതൊരു തുമ്പി മോളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ അല്ലൂട്ടൻ്റെ പേര് ധ്രുവ് എന്നാണ്, ഇവരുടെ പേര് ധ്രുവ എന്നാണ്. ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാവരും സുന്ദരിമണികളായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. ഓരോ കാര്യം അവർ ഇങ്ങോട്ട് വരുമ്പോൾ അതേതാ വീഡിയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ്, എല്ലാത്തിനും പോസ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെയും കുറച്ച് നാളെ ലച്ചുവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കല്യാണം ഷെർബടേന്ന് കഴിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ കോപ്രായങ്ങളായിരുന്നു. പിന്നെ ആ പാവങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ്, അതറിയാലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊരു ചടങ്ങാണ് ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയത്. അടുത്ത കപ്പിൾസാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അവരുടെ കല്യാണം ഇനി അടുത്ത് വരാൻ പോണത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കട്ടെ എന്നാണ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അതാ തുമ്പിമോളുടെ ടച്ചപ്പിന് അശ്വിനിയാണ് കേട്ടോ എപ്പോഴും. അശ്വിനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുമ്പിമോളെ കണ്ണ് തുടച്ചു കൊടുക്കുന്നു, മുടി സെറ്റാക്കി കൊടുക്കുന്നു, ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കും. പിള്ളേർ സെറ്റ് ഇത് അവിടെ നിന്ന് എന്തോ ഒരു കളിയിലാണ് കേട്ടോ. തുമ്പമ്മ എല്ലാവരോട്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മുട ഇളക്കുമെങ്കിലും എന്നാലും എല്ലാവരോട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തരൊക്കെ വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ സെയിം പാട്ട് തന്നെ വേറെ ഡാൻസ് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ വിചാരിച്ചു അത് ഇവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ഒരു സോങ്ങിനുള്ള ഡാൻസ് മാത്രം കളിച്ചിട്ടോ. അവിടെ കല്യാണം പൊടിവേ നടക്കുകയാണ്. കല്യാണം കഴിഞ്ഞു, ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞ് നമ്മളെ കണ്ടില്ല ചീത്ത പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടെ കൂടെ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. തുമ്പമ്മ പിന്നെ എപ്പോഴും വാല് പോലെ തന്നെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതിനിടയ്ക്കാണ് ഇവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോകാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കാരണം ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം, വൈശാട്ടിന് അയച്ചു കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തുമ്പമ്മേൻ്റെ എൻ്റെയും പ്രഹസനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് അവിടേക്ക് എത്തിയത് ഞങ്ങൾ ടോട്ടൽ ഫാമിലിയാണ് ഗൈസ്. അമ്മേൻ്റെ വീട് കേട്ടോ, വൈശാട്ടിൻ്റെ അമ്മേൻ്റെ ഫാമിലിയാണിത്. അപ്പോൾ അതെല്ലാവരും അവിടെ നിന്നിട്ടൊരു ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ എടുത്തു. അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഫാമിലിയും ഒക്കെ കൂടെ ആയിട്ട് എല്ലാവരും പാടെ ഒരു പിക്കൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത്. ക്യാമറ കണ്ടാൽ പിന്നെ ശീലേച്ചിന് അടുത്ത പഞ്ചായത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഭയങ്കര ഓട്ടമാണ് ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ അറിഞ്ഞ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തുമ്മമ്മേൻ്റെ കയ്യിൽ ഒരു ബ്രെഡൊക്കെ കണ്ടിട്ട് ഇതും വെച്ചിട്ടാണ് കുട്ടി ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത്. ഫാമിലി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അശ്വനിക്ക് മൊഞ്ച് പോരാൻ തോന്നിയിട്ട് പിന്നെ ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്ത രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഫോട്ടോ എടുക്കുകയാണ്. പക്ഷേ ഗായ്സ് ഇതിൽ വൈശാഖേട്ടനും ഇല്ല, കല്യാണിയും ഇല്ല. ഓക്കെ, അപ്പം വൈശാഖേട്ടന് ലീവ് കിട്ടിയില്ല ഇത്തവണ. അത് ഏട്ടൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഓരോന്നും ഞാനിങ്ങനെ എടുത്ത് വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഏട്ടൻ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലൂട്ടനായിരുന്നു എല്ലാ ഫോൺ ഞാൻ വാങ്ങി വെച്ചാണ്. അമ്മേൻ്റെ ഫോണാണ് കേട്ടോ. അമ്മേൻ്റെ ഫോണാണെന്ന് പേര് മാത്രമേ ഉള്ളൂ. കയ്യിൽ അല്ലൂട്ടൻ്റെ കയ്യിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ചീത്ത പറഞ്ഞ് വാങ്ങി വെക്കും. പിന്നെ അവൻ എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിക്കും കേട്ടോ. ഇത് അമ്മേൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി. ക്യാമറാമാനും വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണിന് തന്നെ ഒരു പരിപാടി വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടുള്ള ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ അങ്ങനെ കയറി ഇറങ്ങേണ്ടതെന്നല്ലാതെ പലരുടെയും കൂടെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ടീമായിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതിൽ തുമ്പമ്മേനെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. തുമ്പമ്മ അച്ഛൻ്റെ കൂടെ പോയിട്ടാ. പിന്നെ ഞാൻ അറിഞ്ഞത് അമ്മ അകത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് തുമ്പിക്കുന്ന്. അല്ലൂട്ടനകത്ത് അമ്മേൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല മക്കളെ എവിടെയാണെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഫുഡ് കഴിച്ചോ, എന്നാൽ പിന്നെ മക്കളെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛനും കൂടെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ കാര്യം എന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ രജില ചേച്ചിയും കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ചക്കര വരലുണ്ടാവില്ല, ചക്കരേൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, ഓള് വരലുണ്ടാവില്ല എന്ന്. ഫുഡ് എന്ന് കേട്ടപ്പോഴത്തേക്ക് ചക്കരയ്ക്ക് എന്ത് ഫ്രണ്ട്സ്, ചക്കര ഫ്രണ്ട്സിനെ കാർഡിട്ടടിച്ച് ഇതാണ്ട് കിടാന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞാനും ചക്കരയും പൊടിമോളും പിന്നെ അശ്വിനിയും കൂടെയാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നുണ്ടായിരുന്നത്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പക്ഷേ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു കൊതി വരുന്നുണ്ട്. പുളി ഇഷ്ടമല്ലാത്ത അശ്വിനി
പുളി ടേസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുളി കഴിച്ചിട്ട് അയ്യോ പുളിയെന്ന്, പുളിക്ക് പിന്നെ പുളീൻ്റെ ടേസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒന്ന് സദ്യ കഴിച്ചാലും കൊതിയാവുന്നു, എന്ത് ചെയ്യാനാ. ഓക്കെ, ഇതാണ് ലേറ്റായിട്ട് വ്ളോഗ് എഡിറ്റ് ചെയ്തതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഉള്ളത് അപ്പോൾ തന്നെ അങ്ങ് കഴിഞ്ഞേനെ. ഇന്നിപ്പോൾ അവിടേക്ക് വിരുന്നും ഉണ്ട് കേട്ടോ, പയ്യൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, അതുകൊണ്ട് വയറിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം കഴിക്കാൻ. പക്ഷേ സദ്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബിരിയാണിയും വേറൊന്നും വേണ്ട കൈ, സദ്യ ഓൺലി. സദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതും സാമ്പാറൊക്കെ എനിക്ക് വയ്യ. ഞാനെന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ പറയണത് അല്ലേ. നല്ല ചൂടും ഉണ്ടായിരുന്നു, ചൂടോടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും കൊതി വരുന്ന ഗൈസ്. ഞാൻ എന്താ ചെയ്യുക. പിന്നെ ചോറ് വിളമ്പോൾ ഞാൻ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കൊണ്ടുപോയിട്ട് എല്ലാത്തിനും മുകളിൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കൂട്ടുകറിയും ഇതൊക്കെ വേർതിരിക്കാൻ ഞാൻ പെട്ട പാട്. 20 സെൻറ്റ് സ്ഥലം നിന്ന് വീതം വെക്കാൻ പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി വരുമ്പോൾ അച്ഛനൊക്കെ നടന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയച്ഛനോട് പറഞ്ഞ് അയ്യോ ഒന്ന് ചെറിയച്ഛനെ കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറിയച്ഛൻ നന്നായി പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്കൊക്കെയാണ് മടി, ചെറിയച്ഛനൊന്നും നോ പ്രോബ്ലം കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ തകൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. കാരണം കല്യാണത്തിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമായിരുന്നു. കാരണം ഞങ്ങളെ ഫോട്ടോഷൂട്ടും പിന്നെ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നല്ലോ. ബിക്കോസ് വൈശാഖേട്ടൻ്റെ ഇത് പ്രകാരം അങ്ങനെയാണ്, നമുക്ക് ഒരു സാരി ഉടുത്ത് വന്ന് പിന്നെ അവർ പുടവ തന്ന് പിന്നെ ആ ഡ്രസ്സ് മാറ്റണമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ട് ഭയങ്കര ലാഗായിരുന്നു കേട്ടോ. എല്ലാവരും ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ചെക്കനോട് പെണ്ണിനോടൊന്ന് വരാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ തുമ്പമ്മ അപ്പു ചെറിയച്ഛൻ്റെ മേൽ കയറി കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ മറ്റേ അനിയത്തിപ്രാവിലെ കുഞ്ചാക്ക ബോബനെ പോലെ വന്നില്ലേ, അത് അവനാണ് ഇതിവൻ. ഓക്കെ, അങ്ങനെ കുട്ടി എന്താ പറയണ അറിയോ, എല്ലാവർക്കും കുടിക്കാൻ വെച്ച ഒരു ചെമ്പിൽ വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ചാടണം എന്നാണ് കുട്ടി അപ്പോൾ ചെറിയച്ഛനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അതൊക്കെയാണ് കുട്ടിക്ക് ആഗ്രഹം. അങ്ങനെ ഇതാ കണ്ടോ, സ്വന്തമായിട്ട് ഇക്കിളിയാക്കി സന്തോഷിക്കുന്ന എൻ്റെ തുമ്പമ്മ. തുമ്പി ചോറൊക്കെ കഴിച്ചു കേട്ടോ, അമ്മയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് തുമ്പമ്മയ്ക്കും ഒക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതാ എല്ലാം അകത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വ്ളോഗ് ഇരുന്ന് കാണുന്ന ഗൈസ് ഇവിടെ. ഇതിൽ പരം സന്തോഷം എന്ത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് കേൾക്കുമ്പോൾ എനിക്ക് ആകെ അയ്യോ എന്നുള്ളൊരു മട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും മക്കളെ നിങ്ങൾ അപ്പുറത്ത് പോയി കണ്ടോളൂ പക്ഷേ അപ്പുറത്ത് പോയി കണ്ടോളൂ. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഇത് ആക്ച്വലി ദേവുവിൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷം. അങ്ങനെ ഇതാ അമ്മയും മോളും കൂടെ സൈഡായി ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്. പിന്നെ അത് അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ, അതായത് നമ്മുടെ അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മയും വല്യമ്മയും കൂടെ അമ്മമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം, അമ്മമ്മയ്ക്ക് വയ്യ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞി ഇറങ്ങാന്നുള്ളപ്പോൾ ഞാൻ അവൾ കരയുന്ന കാണാൻ വേണ്ടി ഓടി ഇറങ്ങിയതായിരുന്നു ഗൈസ്. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോ അവൾ കരയുന്നു, കാരണം അവൾ കുറച്ച് ദിവസമായിട്ട് മൂഡ് ഓഫ് ആയിരുന്നു, സങ്കടത്തിലായിരുന്നു, പോണ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻറ്റിമെൻ്റൽ ആവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കൊതിപ്പിച്ച്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുട്ടി ഇതാ കൂളായിട്ട് നോക്കാം എല്ലാവരുടെ വല്യമ്മമാരുടെ ചെറിയമ്മയുടെ എല്ലാവരോടും ചേട്ട ബേബയൊക്കെ പറഞ്ഞ് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറയും പൊക്കി പിടിച്ച് പോകുന്നപ്പോൾ ദാ ഈ നീല ഷർട്ടിട്ട ചേട്ടൻ അവിടെ നിന്ന് പറയാണ് കേട്ടോ, ഇവളെ സൂക്ഷിച്ചോ, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് മൊത്തം അറിയിക്കുന്നു. എൻ്റെ വ്ളോഗ് കാണുന്ന ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും വേണ്ടില്ല, അവളെല്ലാവരോടും ടാറ്റ ബേബി പറഞ്ഞ് പോവാണ്. അപ്പോൾ ഞങ്ങൾ ശീലേച്ചിനോടാണ്, ശീലേച്ചി ഞങ്ങളെങ്കിലും കരയുന്നത്. അപ്പോൾ ശീലേച്ചിയും കരയുന്നില്ല, ആരും കരയുന്നില്ല. അപ്പോൾ ആരും എനിക്കൊരു വീഡിയോ ബൈറ്റ് തരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിരുന്ന തക്കത്തിലാണ് ഒരുത്തൻ കരഞ്ഞത്. അതെനിക്ക് എടുക്കാനും പറ്റിയില്ല ഗൈസ്, കാരണം എല്ലാവരുടെ അടുത്തും നോക്കി ആർക്കും കരയണ്ട, പിന്നെ ഞാൻ എന്താക്കാനാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാമറയ്ക്ക് ഓഫാക്കി ആടി ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് കണ്ണൻ കരഞ്ഞു എന്ന്. അതായത് ഇവളെ ബ്രദർ കരഞ്ഞിട്ട് സങ്കടത്തിലുണ്ട് അപ്പുറത്തേക്ക് പോകണമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കി, പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ അവളെല്ലാവരും ടാറ്റ പറഞ്ഞ് പോകണം, ഞങ്ങൾ ഇപ്പം തന്നെ അടയ്ക്ക് എത്തും. ഓക്കെ, അതാ കണ്ടോ കണ്ണൻ അങ്ങനെ പോവാണ്. പക്ഷേ ചങ്ങായി നമ്മളാരും കാണാൻ കരഞ്ഞില്ല. ഓക്കെ, അങ്ങനെ അവൻ കാണാൻ അവനൊരു എന്താ പറയുക ഇതാണ്. ഓക്കെ, അങ്ങനെ അവൻ അങ്ങോട്ട് പോയി, ഇവൾ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടും പോന്നു ഗൈസ്. പിന്നെ തിരിച്ചു ഞാൻ കണ്ണൻ ഒന്നുകൂടെ കരയോ, ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ, പക്ഷേ സെക്കൻഡ് സമ്മതിച്ചില്ല. അവൻ്റെ അഭിമാന പ്രശ്നമായതുകൊണ്ട് ഓൻ കരഞ്ഞില്ല. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അല്ലൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലൂട്ടൻ ഈ ഫോൺ എവിടുന്നാ കിട്ടുക നോക്കിയിട്ടാണ് ഈ നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് തുമ്പമ്മ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തുമ്പിക്ക് ഡ്രസ്സൊക്കെ ഊരിടേണ്ട അവസ്ഥയായി. കുട്ടിക്ക് പിന്നെ ഡ്രസ്സ് അധികം അങ്ങനെ ഇടണ ഇഷ്ടമല്ല ഗൈസ്. കാണിക്കേ കാണിക്കുവാവേ, അവ കാണിക്ക്. അതല്ല മറ്റത് എന്തേലും അല്ല, എന്ത് സാധനം പറ ലീലാക്ഷനല്ലോ. എന്തേലും നാച്ചോയോ പറയേ. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുമ്പീൻ്റെ കോലതായിട്ട് കേട്ടോ. ഡ്രസ്സ് ഊരി എറിഞ്ഞ്, മുടി കെട്ടിയതൊക്കെ ഊരി എറിഞ്ഞ്, കയ്യിലെ വള ഊരി എറിഞ്ഞ്, കുട്ടി ഒരുമാതിരിപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അശ്വനീൻ്റെ അടുത്ത പ്രകടനം കൂടെ കണ്ടോളൂ. ഒന്ന് കാണിച്ചാട്ടെ പ്ലീസ്. അപ്പോൾ ഒരു കൊടുത്തിട്ട് വന്നിട്ട്
അശ്വനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു ഷോക്കൊക്കെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമൊക്കെ എൻ്റെ കുട്ടിക്കുള്ളൂ. പിന്നെ ഇതാ കണ്ട എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അശ്വനി ആരാന്ന് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്. വൈശാഖേട്ടൻ്റെ വല്യച്ഛൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുകയാണ് കുട്ടീൻ്റെ പരിപാടികളൊക്കെ കേട്ടോ. ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ ഇവള് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും, വല്യമ്മമാർക്കൊക്കെ ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ വിരുന്നിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വിരുന്നിന് പോകുമ്പോൾ എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ ഡ്രസ്സ് മാറ്റി. അപ്പോഴാണ് ഞങ്ങൾ അയ്യോ ഡ്രസ്സ് എടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചത്. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയില്ല. പിന്നെ തൊട്ടപ്പുറത്തേക്ക് തന്നെയാണ്, പെട്ടെന്ന് തന്നെ പോവല്ലോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് നീണ്ടൂർന്ന് കിടക്കാൻ. സത്യം പറയട്ടെ ഫുൾ ബോഡി പെയിൻ കേട്ടോ. തലേന്നത്തെ ഡാൻസിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. നടന്നാണ് ഗൈസ് നമ്മൾ അടുത്ത സ്റ്റോപ്പ് വരെ പോയത്. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ നടക്കാൻ. ഓക്കെ, പിന്നെ ഒരു ഉള്ളിൽ കൂടെ വഴി കൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ പോയത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കുഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നു, വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയണല്ലോ ഇത്. ഓക്കെ, അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറയട്ടെ നല്ല പോലെ സൈഡായിരുന്നു കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഒരു ബെഡ് കിട്ടിയാൽ അവിടെ കിടന്നാൽ പിന്നെ ഞാൻ എണീക്കില്ല എനിക്ക് ഷുവറാണ്. അത്രയിലേക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വാടും വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലായിരുന്നു ഞാൻ. അതിന് ആദ്യമേ കട്ടേനെ ചട്ടം കെട്ടിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. തുമ്പമ്മാടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ഉറക്കമായി കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ തോട് കിടന്ന് അവൾ നല്ല ഉറങ്ങാണ്. ഇതാ അപ്പോൾ നമ്മുടെ കുഞ്ഞിതാ സാരിയൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം ഗൈസ്. ഞാൻ സത്യം പറയട്ടെ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ വീട്ടിനുള്ളിലൊന്നും കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. കാരണം എനിക്ക് അത്രയിലും വയ്യായിരുന്നു. എനിക്ക് ഫുള്ളിങ്ങനെ, എനിക്ക് ചില സമയം ഉണ്ടാവുമല്ലോ വിശപ്പൊന്നുമല്ല, എനിക്ക് ചില സമയം വിശന്നുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞിരിക്കുന്ന തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഇതെന്ന് വെച്ചാൽ എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നു, അച്ഛൻ കുഞ്ഞനെയും പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലോട്ട് അതിൽ ഓടി കളിക്കായിരുന്നു. അവനെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. അവൻ പറയണമെന്ന് കേൾക്കാതെ അതിലിതിലൊക്കെ തല തിറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നേ, ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയി ഫുഡ് കഴിച്ചോ, മോൾ ഉറങ്ങില്ല എന്തായാലും, അപ്പം നിങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിനെ തരാം എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റാക്കി. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അശ്വിനിയെ ഞാൻ വന്നു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്, നീ വീഡിയോ എടുത്താടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ എടുത്തു തന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ് ഞാനും അശ്വിനിയും അല്ലൂട്ടനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അല്ലൂട്ടൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കല്യാണത്തിനൊന്നും എവിടെ പോയാലും ഭക്ഷണം കഴിപ്പ് അവൻ്റെ കാര്യം കഥാഹുതാണ്. വീട്ടിൽ പോയി കഴിഞ്ഞ് ഇരുത്തി കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേ തുമ്പമ്മ നല്ല ഉറക്കാട്ടോ, അവളെ എണീറ്റിട്ടില്ല. അപ്പോൾ അവളെയും പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതാ പിന്നെ ഞാൻ എല്ലാവരോടും ടാറ്റ ബേബി പറയാണ്, ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷീലേച്ചിൻ്റെ, അതായത് ഷീലേച്ചിൻ്റെ ഭർത്താവുണ്ടല്ലോ, ഞങ്ങൾ ചെറിയച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പോവാണ്, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷന് കാണാം, നമുക്ക് ഒത്തുകൂടാൻ വേണ്ടി കണ്ണനോട് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതല്ല കോമഡി, ഇവരോടൊക്കെ ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടും കട്ടേനെ പിന്നെ കിട്ടിയില്ല ഗൈസ്. ഞാൻ പോകുന്നത് രാത്രിയാണ് പിന്നെ കേട്ടോ, അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ അതാ ഇവരെടുത്തും ഞങ്ങൾ ബായ് പറഞ്ഞു, കുഞ്ഞിൻ്റെ അടുത്ത് ഞങ്ങൾ ബായ് പറഞ്ഞു. കുഞ്ഞിനെ എല്ലാവരും പോയി വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. സംഭവം എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ കുഞ്ഞ് കരഞ്ഞു എന്നൊക്കെ ഞാൻ പിന്നെ കേട്ടു, പക്ഷേ ഞാൻ കണ്ടില്ല ഗൈസ്. എനിക്കല്ലെങ്കിൽ ഇന്ന് ബൈറ്റ് എന്നൊക്കെ കുറവാണ് കിട്ടിയത്. പിന്നെ തുമ്പമ്മ എണീറ്റപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് ഐസ്ക്രീം എടുത്തുകൊണ്ട് കൊടുത്ത് അവൾക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ. അങ്ങനെ മക്കളെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിലെത്തിയാൽ മതിയേ എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. കട്ടേവാ എന്നൊരു 1000 വട്ടം പറഞ്ഞിട്ട്. അപ്പോൾ കട്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ കട്ട പറയും അടക്ക് കുറച്ചുകൂടെ കേട്ടെ ഇപ്പം പോവാം, ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനവിടെ നിർത്തിക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിൽക്കേണ്ടി കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ടും ചെറിയമ്മേനെ വീട്ടിൽ പോയിട്ടും ഞങ്ങൾ കുറേ നേരം നിന്നു. അങ്ങനെ ഇതാ കുഞ്ഞിനോട് എല്ലാവരും ബായ് പറയാണ് കേട്ടോ. അപ്പം അത്രയും അടുത്തായതുകൊണ്ട് പിന്നെ കാണാമല്ലോ. പിന്നെ അവൾ വിരുന്നിനും വരുന്നുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ വിരുന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നെങ്ങാനും ഒരു എല്ലാവരും കൂടെ വിരുന്നിന് വരുന്നുണ്ട്. അതല്ലാതെ പിന്നെയാണ് താമസിക്കാനൊക്കെ വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരോടും ബായ് പറയണം. അവളുടെ അടുത്ത് മാത്രമല്ല, ഇനിയിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പോവുമല്ലോ. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. തുമ്പമ്മ ആക്ച്വലി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. പക്ഷെ അവൾക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉറങ്ങി എണീറ്റ് തന്നെ ഭയങ്കര ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിരിക്കുക. ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരോടും ഞങ്ങൾ ബായ് പറഞ്ഞ് ഇറങ്ങുന്നത് രാത്രിയാണ് കേസ്. അത് ഇവരെ അവിടെ കുത്തുന്ന ഫോണിലൊക്കെ കുത്തിയിരുന്ന് ഇത് അപ്പവും ചെറിയച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ബായ് പറഞ്ഞ് ഇറങ്ങുകയാണ്. കട്ടേനെ എങ്ങനെയൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതാ കട്ട ഇടപോയിട്ടും മക്കൾക്ക് എന്തൊക്കെയോ മിഠായിയോ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവൻ പുറത്ത് പോയി. അങ്ങനെ അവൻ അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. പിന്നെ ഇനി വീട്ടിലെത്തിയിട്ട് വേണം മക്കളെ ആ കട്ടിലേക്ക് അങ്ങോട്ട് ചായേണ്ടതേ താമസമുള്ളൂ. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എൻ്റെ കോലതാണ് കേട്ടോ. അതാണ് ബെഡിൽ ഫുള്ള് സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുക. രാവിലെ റെഡിയായി പോയതിൻ്റെ ഇനി അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. നമ്മൾ കല്യാണം പൊടിച്ചു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടാറ്റ ബൈ ബൈ, സീ യു.